ഈ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ മോശപ്പെട്ട പ്രവർത്തനമൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ ഞങ്ങളെ പാർട്ടിയെ പോലെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിലും നല്ല നേതാക്കന്മാരുണ്ട് കേട്ടോ. സഖാവ് PK ശശി പറഞ്ഞില്ലേ, നല്ല നേതാക്കന്മാരെ ഇതിലുണ്ട്. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്കറിയാം. നല്ല സുഹൃത്തുക്കൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗകത്തുള്ള നല്ല സുഹൃത്തുക്കൾ ഞങ്ങൾക്കും ഉണ്ട്. അവരൊക്കെ നല്ല നേതാക്കന്മാരുണ്ട്. നല്ല പാർട്ടിയാണ് ഈ മണ്ണാർക്കാട്ടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എങ്കിൽ ഈ കോട്ടേഷൻ സംഘം നേതാവിനെ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എല്ലാ ആദരവുമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിട്ട് കാണിച്ച ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും. പള്ളി കമ്മിറ്റിയോട് പള്ളിയോട് നല്ല ആദരവുണ്ട്. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇവിടെ പറഞ്ഞതെന്താ, ഇതാ നമ്മുടെ കോയക്കുട്ടിക്കാരന്റെ മക്കളും കോയക്കുട്ടിക്കും ഇവിടെ ഇരിക്കുക. അപ്പോഴാ പറഞ്ഞത്, ആ പള്ളിയിൽ പോയിട്ട് പാപ്പാനെ തച്ചാൽ മക്കൾക്ക് വികാരം ഉണ്ടാകും. അത് നല്ല മക്കളുടെ ലക്ഷണം, വികാരം ഉണ്ടാവും. നല്ല മക്കളുടെ ലക്ഷണം. പക്ഷെ ആ വികാരം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് വെച്ചല്ല പ്രകടിപ്പിച്ചത് എന്നതുകൊണ്ട് അത് തെറ്റിപ്പോയി മക്കളെ. അത് കുറച്ച് വികാരത്തിന് അടിമപ്പെട്ട് നിങ്ങൾ ചെയ്തു പോയി. പള്ളിയിൽ നിന്ന് വരുമ്പോ വേണ്ടിയിരുന്നില്ല, ആ നല്ല ദിവസം വേണ്ടിയിരുന്നില്ല, പള്ളിയിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. ഉപ്പാനെ തച്ച വികാരമൊക്കെ ഉള്ള മക്കള് തന്നെയാണ് നല്ല മക്കള്. ആ ഉപ്പാനെ ആരൊക്കെ തച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തെരുവിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ചില വക്കീലന്മാരുടെ പാർട്ടി അല്ലല്ലോ ഇവര്. അതുകൊണ്ട് ഇവരുടെ വികാരം ചെയ്യേണ്ട സ്ഥലത്ത് വെച്ചല്ല ചെയ്തത് എന്നത് പരസ്യമായി ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച പാർട്ടി ഒന്നേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗുകാരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ചെന്നൈയുടെ ചരിത്രം ആര് ഇവിടുത്തെ പ്രസിഡന്റിന്റെ മൂപ്പര പേരിന്റെ പേരെന്നെയാണ്. എന്റെ പേരെന്നെയാണ് കഷ്ടം. ഒരു വക്കീലുണ്ട്. ഈ സാമൂഹ്യ വിരുദ്ധന്മാർ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ പരസ്യമായി പൊതുയോഗം വെച്ച് പറയാൻ ധൈര്യവും ആർജവും ഉണ്ടോ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്? ഒരു ധൈര്യവും ഇവരുണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊന്നും പോയാൽ മുസ്ലിം ലീഗ് വളരില്ല. മുസ്ലിം ലീഗ് തകരും. ആര്യമ്പാവ് നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ കോട്ടയായി മാറാൻ പോവുകയാണ്. അതിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. ആര്യമ്പാവിൽ നാളെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി അന്വേഷിച്ചു പോയാൽ കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നാളെ ഈ ആര്യമ്പാവ് എത്താൻ പോകുന്നത് എന്ന് ഈ ലീഗുകാർ മനസ്സിലാക്കിക്കോ. ലീഗിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുള്ള ചിലരുണ്ട്. അപ്പൊ നോക്കൂ, ഹൈദരാലി എന്ന് പറഞ്ഞ ഹൈദരാലിയിലല്ല, ഫൈസൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, 22 വയസ്സായിട്ടുള്ള കുട്ടിക്ക്. ഇവിടെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടുണ്ടല്ലോ സാമൂഹ്യ വിരുദ്ധന്മാർ. ആ സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടൊരു മൊഴി തരണല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് രോഗിയൊക്കെ പറഞ്ഞ ആ ഫൈസലിനെ പോലീസുകാര് വിളിച്ചു. എന്നിട്ടോ മൊഴി എടുക്കുകയല്ല ചെയ്തതേ. ആ ഫൈസൽ എന്ന് പറയുന്ന 22 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരനെ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് ജയിലിലയച്ച പോലീസുകാരെ നിങ്ങൾ നീതിയാണോ നടപ്പാക്കിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കൊലപാതക ശ്രമത്തിന്. എന്ത് കൊലപാതക ശ്രമം അവിടെ നടന്നത്? ഇവിടെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ലീഗുകാർക്ക് നേരെ നോൺ ബൈലബിൾ കേസെടുത്തില്ല, തീവപ്പ് കേസെടുത്തില്ല, വീടാക്രമിച്ചതിന് കേസെടുത്തില്ല, സംഘം ചേർന്നതിന് കേസെടുത്തില്ല, പകൽ സമയത്ത് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയതിന് കേസെടുത്തില്ല. ഒരു പാവപ്പെട്ട ഫൈസൽ എന്ന് പറയുന്ന 22 വയസ്സുകാരനും അവരുടെ ഒപ്പമുള്ള സഹോദരന്മാർക്കും ഒക്കെ എതിരായി കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോ ഈ നമ്മുടെ ഇവരുണ്ടല്ലോ, നമ്മുടെ ഹൈദരാലിയും അതുപോലെ തന്നെ കോയക്കുട്ടിക്കാരന്റെ മക്കളും ഹമീദും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. ഈ പോലീസുകാർ ഇങ്ങനെ നിറന്നു നിൽക്കുമ്പോൾ ഇവരിവിടെ നിൽക്കുന്നത് ഇവർ കൊലപാതക ശ്രമത്തിലെ കേസിലെ പ്രതിയ മുൻകൂർ ജാമ്യം വാങ്ങിയിട്ടാണ് അവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അവർ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റൂല, മുൻകൂർ ജാമ്യം വാങ്ങിയിട്ടാണ് അവർ ഇരിക്കുന്നത്. ആ മുൻകൂർ ജാമ്യം വാങ്ങിയിട്ട് ആ കൊലപാതക ശ്രമത്തിന് കേസെടുത്തവർ
ചോദിക്കട്ടെ, എന്താ മുസ്ലിം ലീഗിന്റെ ഗുണ്ടകൾക്കെതിരായി ഇത്ര വലിയ ഭീകരാക്രമണം നടത്തിയിട്ട് കേസെടുക്കാതിരുന്നത്? പോലീസുകാർ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ PK ഇവിടെ പറഞ്ഞ പോലെ മറുപടി പറയേണ്ടി വരും വൈകാതെ എന്ന് ഈ ഇവിടെ നിറഞ്ഞ പോലീസുകാരോട്, ആ പോലീസുകാരിൽ എല്ലാവരും ഇല്ല, പക്ഷെ കുറച്ചു പേരുണ്ട്, ആ കുറച്ച് ലീഗിനെ സഹായിച്ച പോലീസുകാരോട് പറയട്ടെ, നിങ്ങൾ മറുപടി പറയേണ്ടി വരും, മറുപടി ഞങ്ങൾ പറയിപ്പിക്കും എന്ന് അവരവിടെ മറുപടി പറയിപ്പിക്കും. ഇവിടെ രാവിലെ ഗവൺമെന്റ് വന്നു. ഇപ്പൊ വിജയദാസ് ഇവിടെ ഉണ്ട്, ഞാനും ഞങ്ങൾ 3 ആളും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്കും നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും, ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കും. നിയമപരമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ലെങ്കിൽ എടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെ കയ്യിൽ ജനങ്ങൾ തന്നിട്ടുള്ള ഒരു അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിവിടുത്തെ ജനങ്ങൾ ഉറപ്പ് തരാൻ ഞാൻ സാധിക്കും. എന്നിട്ടും രക്ഷപ്പെട്ട് പോകാണെന്ന് വെക്കുക, അധിക കാലമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് പോയി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയതാണ്. പോലീസുകാരോടാണ് കേട്ടോ അത് പറയുന്നത്. അതിൽ നല്ല പോലീസുകാരുണ്ട്, എനിക്കറിയാം. നമ്മുടെ നല്ല സുഹൃത്തുക്കള്, നല്ല പോലീസുകാര്, നീതി നിയമം നടപ്പാക്കുന്ന പോലീസുകാരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം. അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവരൊക്കെ കണ്ടു. എല്ലാവരും ചെയ്താലൊന്നും അല്ല. പാവം അവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഷൊർണൂര് വരുന്നുണ്ട്. ആ ഷൊർണൂരിൽ വരുന്ന സമയത്ത് അവിടെ നിയോഗിക്കാതെ ഇവിടെ നിയോഗിക്കേണ്ടി വന്നതും അവരുടെ ഗതികേടെന്ന് അവരോട് പറയാം. കൂത്തുപറമ്പ് കേസ് അറിയാലോ, വെടിവെപ്പ് കേസ്. അവരൊരു അക്കീം ബത്തേരി ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും അക്കീം ബത്തേരി. 5 പേരെ വെടിവെച്ചു കൊല്ലാൻ MP രാഘവന്റെ നിർദ്ദേശം കേട്ട് വെടിവെച്ചു കൊന്ന അക്കീം ബത്തേരി. ആ അക്കീം ബത്തേരിയുടെ വീട്ടിന്റെ മുമ്പിൽ കൂടെ, വീട്ടിന്റെ അടുത്ത കൂടെ ഒക്കെ വീട് കയറി ഇറങ്ങാൻ ഞാൻ ഉൾപ്പെടെയുള്ള സംഘടന പോയി. അപ്പൊ സഖാക്കൾ പറഞ്ഞു, ഇതാണ് അക്കീം ബത്തേരിയുടെ വീട്, അവിടെ കയറണ്ട. കേറിയില്ല. 2ാം റൗണ്ട് അവിടെ പോയി, അപ്പോഴും കേറിയില്ല. അപ്പൊ അവിടുന്ന് അക്കീം ബത്തേരി ഒരു ദൂതനായിട്ട് MLA ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ മാത്രം കേറിയില്ല, ഒന്ന് കേറി പോവാൻ പറഞ്ഞൂടെ എന്ന് ചോദിച്ച് പാർട്ടി സഖാക്കൾക്ക് വിവരം കൊടുത്തപ്പോ അക്കീം ബത്തേരിയുടെ വീട്ടിൽ കയറില് മാത്രമായിട്ട് ഞാനൊന്ന് പോയി. ഞാനും സഖാക്കളോട് കൂടി പോയി. പോയപ്പോ എന്താ സ്ഥിതി എന്നറിയോ? ഇവിടെ RG എന്താ പറഞ്ഞത്, RA ജപ്പാൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായില്ല. RA ജപ്പാന് മനസ്സിലാക്കാൻ, RA ജപ്പാൻ ഇവിടുന്ന് പോയി. RA ജപ്പാനെ സഹായിച്ചവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഈ കഥ. അക്കീം ബത്തേരിയുടെ വീട്ടിൽ പോയപ്പോ എന്താ സ്ഥിതി എന്നറിയാം? മൂപ്പര് റിട്ടയർ ചെയ്തു. നല്ല തടിമാടനാണ്, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് മുമ്പ്. അക്കീം ബത്തേരിയുടെ ഫോട്ടോ പത്രത്തിൽ നിങ്ങളൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. മൂപ്പരനെ മെലിഞ്ഞ് വയസ്സനായി ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ നീച്ചു വന്നു, കൈ തന്നു, സ്വീകരിച്ചിരുത്തി. വീട് മുഴുവൻ മാറാലുകൾ തിരിച്ചു. കൊച്ചു വീട്ടിലാരുമില്ലേ, ഭാര്യ തെറ്റിപ്പോയി, മക്കളോ അവര് അവരുടെ കാര്യം നോക്കിപ്പോയി. ഇവിടെ വേലക്കാരില്ലേ, കുറച്ചുണ്ടായി, അവരും പോയി. പിന്നെ ഒരു പെൺകുട്ടിയെ വേലക്കാരിയായിട്ട് കിട്ടി, അതും തെറ്റിപ്പോയി. അപ്പൊ ഭക്ഷണം അത് വേണം, ഫോൺ ചെയ്ത ഹോട്ടലിൽ വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. അതാണ് സ്ഥിതി. RA ജപ്പാനെ പോലെയുള്ള പോലീസുകാർ ഓർക്കണം, നീതി നടപ്പാക്കിയില്ലെങ്കിൽ, നിയമം നടപ്പാക്കിയില്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാം. ഏതെങ്കിലും ഭരണാധികാരികൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ചാൽ നാളെ നിങ്ങളുടെ എല്ലാ സ്ഥിതി ഈ തൊപ്പിയെക്കാലത്തും തലയുണ്ടാകില്ല. ഈ തൊപ്പിയില്ലാത്തൊരു നാളുണ്ടാകും. അന്ന് അക്കീം ബത്തേരിയെ പോലെ ഒരാളും നോക്കാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ജീവിതത്തിൽ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും മനസാക്ഷിയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ എനിക്കിനി നരകമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച് അങ്ങ് ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഈ പോലീസുകാർക്ക് ഉണ്ടാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗുകാർ പറയുന്നത് കേട്ടിട്ട് വല്ലാണ്ട് തുള്ളരുത് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഇവിടെ എനിക്ക് ആ പോലീസുകാരോട് പറയാനുള്ളത്. അങ്ങനെ തുള്ളാതിരിക്കണമെങ്കിൽ തെറ്റ് തിരുത്താൻ സമയമുണ്ട്. നിങ്ങൾ ഈ വീടുകളിൽ കയറി ആക്രമിച്ച, ഇവിടെ തീവപ്പ് നടത്തിയ, ഈ മില്ലാക്രമിച്ച, ഇവിടെ വീടുകളിലൂടെ നശിപ്പിച്ച ആ
സാമൂഹ്യ വിരുദ്ധന്മാർ ആരായിരുന്നാലും ശരി നിയമത്തിന്റെ മുമ്പിൽ നോൺ ബൈലബിൾ ഒഫൻസ് കേസെടുത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അവർക്ക് നാളെ ഈ ജനങ്ങളോട് നിയമത്തിന്റെ മുമ്പിൽ മറുപടി ഞങ്ങൾ പറയിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളൊരു അഭ്യർത്ഥനയുണ്ട്. സാമൂഹ്യ വിരുദ്ധന്മാരെ തിരിച്ചറിഞ്ഞുകൊള്ളുക. നാട്ടിലൊരു സാമൂഹ്യ വിരുദ്ധൻ ഉണ്ടായാൽ ആ സാമൂഹ്യ വിരുദ്ധൻ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ ഒറ്റപ്പെടുത്തിക്കൊള്ളുക. ഇവിടെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഈ ചെറുപ്പൊരു പ്രസ്ഥാനം ഈ ആര്യമ്പാവിലെ ജനങ്ങളോടൊപ്പമുണ്ട്. ഇവിടെ CPIM-ലേക്ക് കടന്നു വന്നവരെ സംഘർഷിക്കാൻ CPM ഉണ്ട്. ഇവിടുത്തെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാൻ CPM ഉണ്ട്. ആ CPM-ന്റെ കരുത്തും ശക്തിയും വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഏവരുടെയും സഹായവും പ്രകടനങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വന്നുവരിക്കുന്നു.